തിരുവനന്തപുരം കല്ലറ മരുതമൺ ജംഗ്ഷനിൽ സ്വകാര്യ ബസ്സിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണ് വൃദ്ധയ്ക്ക് പരിക്ക്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു അപകടം. ബസ്സിന്റെ പിൻവശത്തെ വാതിലിൽ നിന്നാണ് വൃദ്ധ റോഡിലേക്ക് തെറിച്ചു വീണത്. അപകട സമയത്ത് ബസ്സിന്റെ പിൻവാതിൽ അടച്ചിരുന്നില്ല. അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. ആ ദൃശ്യങ്ങൾ കാണാം. ടിൻഡു ദാസ് ഒപ്പം ചേരുന്നുണ്ട്. ടിൻഡു, ഈ സാധാരണ KSRTC ബസ്സുകളിലടക്കം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 2 വാതിലുകളും വെക്കണമെന്നും അത് കൃത്യമായി അതായത് യാത്രക്കാർ അകത്ത് പ്രവേശിച്ചാൽ അടയ്ക്കണമെന്നും കൃത്യമായി അത് നിരീക്ഷിക്കണമെന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ആ വാതിൽ അടച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വൃദ്ധ പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. വലിയൊരു അപകടമാണ്. വളവ് തിരിയുമ്പോഴാണ് തെറിച്ചു വീഴുന്നത്. സ്വാഭാവികമാണ്. ഈ വളവ് തിരിയുമ്പോൾ ബസ്സിനുള്ളിൽ നിൽക്കുന്നവർ കമ്പിയുടെ പിടിവിട്ട് ബസ്സിൻ്റെ വശങ്ങളിലേക്ക് നിൽക്കുന്നവരാണ് എന്ന് ഓർക്കണം. കാരണം ഈ ഇരിക്കുന്നവർക്ക് പുറത്തേക്ക് തെറിച്ചു വീഴാതിരിക്കാൻ ആ ഡോറിന് നേരെയുള്ള സീറ്റുകളിൽ കമ്പി ഘടിപ്പിച്ചിരിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. ടിൻഡു പറയൂ. കൃഷ്ണരാജ്, ഇന്നലെ വൈകുന്നേരമാണ് തിരുവനന്തപുരം കല്ലറ മരുതമൺ ജംഗ്ഷനിൽ വെച്ച് ഈ സംഭവം ഉണ്ടാകുന്നത്. ആറ്റിങ്ങൽ കല്ലറ റൂട്ടിലോടുന്ന പ്രൈവറ്റ് ബസ്സിൽ നിന്നുമാണ് ഈ വൃദ്ധ തെറിച്ചു വീണത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. അത് ആ മരുതമൺ ഭാഗത്ത് വലിയ രീതിയിലൊരു വളവുണ്ട്. ഈ വളവ് കയറി വരുന്നത് തന്നെ ബസ് ഓവർ സ്പീഡിലാണ് കയറി വരുന്നത്. ആ സമയത്താണ് ബസ്സിൽ ഈ പിറകു വശത്ത് വാതിലും അടച്ചിരുന്നില്ല. ആ ബസ്സിൽ നിന്നുമാണ് ഈ വൃദ്ധ ആ ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തേക്കുന്ന സൈഡിലേക്ക് തെറിച്ചു വീഴുന്നത്. തെറിച്ചു വീഴുന്ന സമയത്ത് ആളുകളെല്ലാം നിലവിളിക്കുന്ന ശബ്ദവും കേൾക്കാം. പക്ഷേ ബസ് തെറിച്ച് വീണ പിന്നീട് ഒരു 100 മീറ്റർ അപ്പുറം പോയിട്ടാണ് ബസ് നിർത്തുന്നത്. അപ്പൊ ബസ് അത്രയും വേഗതയിലാണ് വന്നത്. ഈ അപകട സമയത്ത് ബസിന്റെ വാതിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ അതിവേഗതയോടെ പോകുന്ന സമയത്ത് ബസിന്റെ വാതിൽ അടച്ചിരുന്നില്ല എന്ന് തന്നെ വലിയൊരു വീഴ്ചയാണ്. നമുക്കറിയാം, സമാനമായ രീതിയിൽ എറണാകുളത്ത് ഇത്തരത്തിലുള്ള അപകടം നടക്കുന്ന സമയത്ത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും കർശന നിർദ്ദേശമുണ്ടായിരുന്നതാണ്. ബസിന്റെ 2 വാതിലുകളും സുരക്ഷിതമായി അടച്ചിരിക്കണം. നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ സീറ്റിന്റെ വശങ്ങളിൽ കമ്പി ഘടിപ്പിച്ചിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കർശന നിർദ്ദേശമുള്ള സമയത്താണ് ഇത്തരത്തിൽ പ്രൈവറ്റ് ബസ്സുകൾ ഈ സ്വകാര്യ ബസ്സുകൾ നിയമം ലംഘിച്ചുകൊണ്ട് നിരത്തുകളിൽ മരണപ്പാച്ചിൽ നടത്തുന്നത്. ആ ബസിന്റെ വേഗത എന്ന് പറയുന്നത് തന്നെ അതിവേഗതയിലാണ് വരുന്നത്. ഈ വളവ് കടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും അപകടത്തിന്റെ ദൃശ്യങ്ങൾ മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ബസ്സിൽ നിന്നും പുറത്തു വീണ വ്യക്തിയെ കുറിച്ചോ മറ്റു വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് നടന്നിട്ടുള്ളത്. ഇതിലെ നടപടി ഇതുവരെ ബസ്സിനെതിരെയോ അല്ലെങ്കിൽ ഈ ബസ് ഡ്രൈവർക്കെതിരെയോ നടപടി സ്വീകരിച്ചിട്ടില്ല. ശരി. കല്ലറയ്ക്ക് സമീപം മരുതമണിലാണ് ഈ സംഭവം ഉണ്ടായത്. കയറ്റം കയറി വരുന്ന ബസ് ഒരു വളവ് തിരിയുമ്പോഴേക്കും ഉള്ളിലുണ്ടായിരുന്ന വൃദ്ധ പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. ഇവിടെ നിയമങ്ങൾ പലതും ലംഘിക്കപ്പെട്ടു എന്ന് ആ ദൃശ്യങ്ങളിൽ വ്യക്തവുമാണ്. കൃഷ്ണരാജ്, അങ്ങനെ ഇപ്പോൾ സ്വകാര്യ ബസ്സുകളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, പണ്ട് ഈ രണ്ട് വാതിലുകൾ ഉള്ളപ്പോൾ അവിടെ 2 വാതിലിലും ക്ലീനർമാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇല്ല. മുൻവാതിൽ മാത്രമാണ് ക്ലീനർ ഉള്ളത്. പുറകെ കയറുന്ന യാത്രക്കാർ, അവസാനം കയറുന്ന യാത്രക്കാർ തന്നെ ഡോർ അടയ്ക്കുക. അങ്ങനെ അടയ്ക്കാതെയൊക്കെ വരുമ്പോഴാണ് ഇത്തരം അപകടങ്ങൾ വരുന്നത്. പ്രൈവറ്റ് ബസ്സുകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് അവർക്ക് നൽകുന്ന സമയക്രമം കൂടി നമ്മൾ ആലോചിക്കണം. അതവിടെ നിൽക്കട്ടെ. പക്ഷെ അപകടകരമായി വാഹനം ഓടിക്കുന്നത് ആര് ചെയ്താലും അത് തെറ്റാണ്. ഈ പ്രൈവറ്റ് ബസ്സുകൾ പരിമിതമായ റോഡിന്റെ സൗകര്യങ്ങളിലൂടെ ഈ പ്രൈവറ്റ് ബസ് സർവീസുകൾ പലപ്പോഴും ഉണ്ടാകുന്നത് ചെറിയ റോഡുകൾ, KSRTC ബസ്സുകൾ അധികം ഇടങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായി ഇതിനധികം വീതി ഉണ്ടാകാനുള്ള സാധ്യത. അതിലാണ് ഈ സർക്കസ് എന്നുകൂടി ആലോചിക്കണം. വളരെ വേഗത്തിലാണ് സമയക്രമം പാലിക്കാൻ, മുമ്പേ പോയ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ, പിന്നാലെ വരുന്നവന് മുന്നേ എത്താൻ ഒക്കെയുള്ള ഒരു ശ്രമം അവിടെ നടക്കുന്നുണ്ട്. അപകടകരമായ വാഹന ഓടിക്കൽ കുറ്റകരം തന്നെയാണ്, ഒരു സംശയമില്ല. ഏതായാലും അമ്മ ഇത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.